ഇനി നമ്മൾ ദേശീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നത് നോക്കാം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്പീക്കർ ഓം ബിർള പങ്കെടുക്കും. ഒപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ മേഖലയിൽ വലിയ കരാറുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ അയൽരാജ്യമായ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ബംഗ്ലാദേശിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കും. രാവിലെ 9 മണിക്കാണ് MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ വെച്ച് തന്നെയാണ് ഈ ചടങ്ങ് നടക്കുക. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി കൊണ്ടുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും നടക്കും. പാർലമെന്റ് സമുച്ചയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. 13 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കമുള്ളവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർളയായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. ഇതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. BNP 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അധികാരത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. അതും ഉജ്ജ്വലമായ ഒരു ഭൂരിപക്ഷം 299 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 209 സീറ്റും നേടിയാണ് BNP അധികാരത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് വഴിയൊരുക്കുന്നതിനായി താൽക്കാലിക സർക്കാർ, ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. അതേസമയം ഇന്ന് ഇന്ത്യയിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ, സഹകരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ വിഷയങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ ചർച്ച ചെയ്യും. മുംബൈയിൽ വെച്ചാണ് വൈകിട്ട് 3 മണിക്ക് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക. മുംബൈയിലെ ലോക് ഭവനിലായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. 5 മണിക്ക് ഇന്ത്യ ഫ്രഞ്ച് നൂതന ആശയവർഷം എന്ന പരിപാടിയിൽ ഇരു നേതാക്കളും പ്രസംഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് രംഗത്തെ പ്രമുഖരടക്കമുള്ള വ്യവസായ മേഖലയിൽ നിന്നുള്ളവരും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ മേഖലയിലടക്കമുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക കരാറുകളിൽ ഈ കൂടിക്കാഴ്ചയിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെക്കും എന്നുള്ളത് തന്നെയാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.